കെ ബഷീർ എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിയമസഭയിൽ സരസനായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പരാമർശത്തിലേക്കാണ് ഇന്ന് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് ഇന്ന് സഭയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എല്ലാവരും സൗജന്യമായി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനുള്ള ശ്രമം പഞ്ചായത്ത് തലത്തിൽ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരും കൂടെ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയാൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം, റോഡിന്റെ വികസനം നടത്തും, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി മാറുമെന്ന്. പിന്നീട് പറയാണ്, ഈ സ്ഥലം ഏറ്റെടുക്കൽ വലിയ രീതിയിൽ പണം കിട്ടും ഈ വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക്, അപ്പൊ അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. എല്ലാം പറഞ്ഞ് എല്ലാം ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം, പൊതുമരാമത്ത് വകുപ്പിന്റെ വികസനങ്ങൾ കൊണ്ടുപോകാം എന്നൊരു മന്ത്രി പറയുമ്പോ കഴിഞ്ഞ കാലത്ത് നടന്ന ആ വിപ്ലവകരമായ പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും നോക്കി പോവുകയാണ്. സുധാകരൻ എന്ന ആദ്യ പിണറായി സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, രണ്ടാം പിണറായി സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസ്, ഇവരെല്ലാവരും കേന്ദ്രം, ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും ഈ സർക്കാരിന് റോഡ് പണിയുമായി, ദേശീയപാത വികസനവുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് പച്ചയ്ക്ക് പറഞ്ഞെടുത്തു നിന്ന് പിണറായി 2.0യും ഒന്നാം പിണറായിയും വന്നപ്പോൾ നട്ടെല്ലോടെ ഇറങ്ങി തിരിച്ച് സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് തരാം, നിങ്ങൾ പണിയാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ പണി നടത്തി കൃത്യമായി ദേശീയപാത ഇന്ന് ഈ നാട് കാണുന്ന ഏറ്റവും വലിയ വികസനത്തിന്റെ കേരള മോഡലായി ഈ രാജ്യത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോഴാണ് പിന്നെ ഞങ്ങൾ കയറിയിട്ട് വെറും 40 ദിവസമേ ആകുന്നുള്ളൂ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും ഇപ്പൊ ആൻസർ പറയാൻ പറ്റില്ല എന്ന്. ഇവിടെ വൈദ്യുതി മന്ത്രിയായ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ KSRTC ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, എത്ര ആളുകളാണ് ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള കാര്യങ്ങൾ പറയാതെ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്.